ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതായത് നിങ്ങളുടെ യൂണിറ്റ്സ് കവർ ചെയ്യുന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ യൂണിറ്റ്സിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ കൊടുത്തത് അതിന്റെ ഒരു ആൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്കറിയാം ഓരോ യൂണിറ്റ്സിലും അതിൻ്റെതായ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോട്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് എന്തായാലും എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പൊ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബേസിക് ആയിട്ട് ചില കോൺസെപ്റ്റുകൾ നമ്മൾ നിർബന്ധമായിട്ടും അറിയേണ്ടതുണ്ട്. അതിലൊന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് തന്നെ നീങ്ങാം. വാട്ട് യു മീൻ ബൈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? അപ്പം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിക്കോട്ടെ, അതിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത് അല്ലെ. അപ്പൊ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Indian accounting standard or Indian AS are the rules that are determine how the Indian company prepare and present their financial statement. അതായത് ഒരു ഇന്ത്യൻ കമ്പനി എങ്ങനെയാണ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് അവർ യൂസ് ചെയ്യുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒക്കെ കൺസിഡർ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൂൾ ദാറ്റ് ഡിറ്റർമൈൻ ഹൗ ദി ഇന്ത്യൻ കമ്പനീസ് പ്രിപ്പയർ ആൻഡ് പ്രസന്റ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ജസ്റ്റ് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. ഓക്കെ, അതായത് ഈ GAAP ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിന്റെ രീതിയിലാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളായിട്ട് വന്നത്. അപ്പൊ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ ഫോളോ ചെയ്യുന്നതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ അതേ സെയിം തിങ് ആയിട്ട് വേറൊരു പാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്, IFRS എന്ന് പറയും. ഈ IFRS എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും? ഇന്ത്യൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് ഗ്ലോബലി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് എന്ത് IFRS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ആ ഒരു രീതിയിൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് എന്ത് മീൻസ് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. ഒന്നുമില്ല, ഇന്ത്യൻ അക്കൗണ്ടിങ് അതായത് ഒരു ഇന്ത്യൻ കമ്പനി ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഒരുപാട് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇന്ത്യൻ AS 1, 2, 3, 4 അങ്ങനെ ഒരുപാട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് ചോദിച്ച് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് ഇപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ 2 മാർക്കിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ നിങ്ങളോട് 4 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ essay ക്വസ്റ്റ്യനിലേക്കും ഇത് ചോദിക്കാം. essayലേക്ക് വരുന്ന സമയത്ത് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഉണ്ട് അല്ലെ. അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1, 2, 3 അതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അപ്പം ഇൻഡേജിബിൾ അസറ്റിനെ കുറിച്ചാണെങ്കിൽ ഇൻഡേജിബിൾ അസറ്റിനെ കുറിച്ച് പറയാം, ബോറോവിങ് കോസ്റ്റിനെ കുറിച്ച് പറയാം. ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണോ ഡീൽ ചെയ്യുന്നത് അതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. വിച്ച് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽ വിത്ത് ഇൻഡേജിബിൾ അസറ്റ്? എന്തായിരുന്നു ഇൻഡേജിബിൾ അസറ്റ് എന്ന് പറയുന്നത്? നമുക്കറിയാം അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടാഞ്ചിബിളും ഉണ്ട് ഇൻടാഞ്ചിബിളും ഉണ്ട് അല്ലെ. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് വി ക്യാൻ ബി സീൽ ഓർ വിച്ച് ക്യാൻ ബി സീ ഓർ ടച്ച്, അതായത് നമുക്ക് ഫീൽ ചെയ്യാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? മെഷീനറി, ബിൽഡിംഗ്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇൻഡേജിബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ എന്താ? പക്ഷെ അതൊരു അസറ്റ് ആണ്, ഒരു കമ്പനീന്റെ ഒരു അസറ്റ് ആണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ ഫീൽ ചെയ്യാനോ ഒന്നും പറ്റില്ല അല്ലെ. അങ്ങനെയുള്ള അസറ്റ് ആണ് എന്ത്? ഇൻഡേജിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻഡേജിബിൾ അസറ്റ് എന്താണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചത് കേട്ടോ. അപ്പൊ നോക്കാം.
ഇന്ത്യൻ ഇൻഡേജിബിൾ അസറ്റിനുള്ള എക്സാമ്പിൾ ആണ് കേട്ടോ പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്സ്, ഗുഡ് വില്ല് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നമുക്കറിയാം ഗുഡ് വിൽ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഇതൊരു വാല്യൂ ആണ് അല്ലെ, ഒരു കമ്പനീന്റെ ഒരു വാല്യൂ ആണ് ഇത് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് കോപ്പി റൈറ്റ്, ട്രേഡ് മാർക്ക്, പാറ്റന്റ്, ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം ഈ ഒരു ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഇൻഡേജിബിൾ അസറ്റ് എന്താ ഡീൽ ചെയ്യുന്നതാണ് ചോദിച്ചത്. ഇൻഡേജിബിൾ അസറ്റ് ആർ നോൺ ഫിസിക്കൽ അസറ്റ് ലൈക്ക് പാറ്റന്റ്, ട്രേഡ് മാർക്ക്, കോപ്പി റൈറ്റ്സ്, ഗുഡ് വിൽ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇൻഡേജിബിൾ അസറ്റ് എന്ന് പറയുന്നത് ഒരു നോൺ ഫിസിക്കൽ അസറ്റ് ആണ്, ഒരു ഫിസിക്കൽ അല്ല, അതായത് ഒരു ഫിസിക്കലി അവിടെ ഒരു അപ്പിയറൻസ് ഇല്ലാത്ത, അതായത് നമുക്ക് കാണാനോ നമുക്ക് ടച്ച് ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരു അസറ്റുകളാണ് എന്ത് ഇൻഡേജിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിൾ ആണ് പാറ്റന്റും, ട്രേഡ് മാർക്കും, ഗുഡ് വില്ലും, കോപ്പി റൈറ്റ്സും ഒക്കെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റെക്കഗ്നേഷൻ ആണ്. ഒരു ഇൻഡേജിബിൾ അസറ്റിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐഡന്റിഫൈ ഇറ്റ് ഈസ് ഐഡന്റിഫൈഡ് ഇഫ് ദ കമ്പനി ഈസ് കൺട്രോൾ ഇറ്റ് ഓർ ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു പ്രൊവൈഡ് ദി ഫ്യൂച്ചർ ബെനിഫിറ്റ്. അതായത് ഒരു ഇൻഡേജിബിൾ അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്, നമുക്കൊരു കമ്പനിക്ക് അത് കൺട്രോൾ ചെയ്തുകൊണ്ട് തന്നെ അതിൽ നിന്നും നമുക്ക് എന്ത് വേണം, ഒരു ഫ്യൂച്ചർ ബെനിഫിറ്റ് വേണം അല്ലെ. അതായത് ഒരു ബെനിഫിറ്റും ഇല്ലാത്തൊരു കാര്യത്തെ നമ്മൾ ഒരിക്കലും ഇൻഡേജിബിൾ അസറ്റ് എന്ന് പറയില്ല. അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് എന്താ, ഒരു കമ്പനീന്റെ ഒരു ലോങ് ടേം, അതായത് ഒരു ഇൻഡേജിബിൾ അസറ്റ് ആണ്, പക്ഷെ നമുക്ക് അതിൽ നിന്നും ഒരു റിട്ടേൺ ഉണ്ട് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ നമ്മുടെ ചുറ്റുള്ള കമ്പനികൾ തന്നെ നോക്കിയാൽ നമുക്കറിയാം, ചില കമ്പനികൾക്ക് എന്താണ് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് എന്തുണ്ടാവും, ആ ഒരു കമ്പനിയോട് പ്രത്യേകമായിട്ട് ഒരു ലോയാലിറ്റി ഉണ്ടാവും. സോ വാട്ട് ഇസ് റിയലി ഈസ് ഹാപ്പനിങ് ദർ, അതായത് ആ ഒരു കമ്പനിയുടെ ബ്രാൻഡ് ആണ് അല്ലെ, നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, അവിടുത്തെ ബ്രാൻഡ് ആണ്. അപ്പൊ ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ മെയിൻ തിങ് അവരുടെ ഗുഡ് വിൽ ആണ് അല്ലെ. അവര് ആ കമ്പനി ഏത് നിലയിൽ എത്തിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുഡ് വില്ലിനെയാണ് നമ്മൾ അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. സോ സെയിം തിങ് ആണ് ഇവിടെയും പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്തിനും ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് വേണം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്. നെക്സ്റ്റ് ഇതിന്റെ മെഷർമെന്റിനെ കുറിച്ചാണ്. ഇനീഷ്യലി ഇൻഡേജിബിൾ അസറ്റ് ആർ മെഷേർഡ് അറ്റ് എ കോസ്റ്റ്, അതായത് കോസ്റ്റിലാണ് ഇൻഡേജിബിൾ അസറ്റ് മെഷർ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് ദേ ക്യാൻ ബി മെഷർ എയ്തർ അറ്റ് കോസ്റ്റ് ഓർ റീവാല്യൂഡ് എമൗണ്ട്. നമുക്കറിയാം ഏതൊരു അസറ്റിനും അവിടെ എന്തുണ്ടാവും, ഒരു ഡിപ്രിസിയേഷൻ വരും അല്ലെ. അപ്പം നമ്മൾ ഇവിടെ ഇൻഡേജിബിൾ അസറ്റ് മെഷർ ചെയ്യുന്നത് അറ്റ് എ കോസ്റ്റിനായിരിക്കും മെഷർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് അല്ലെ, നമ്മളൊരു ടേഞ്ചിബിൾ അസറ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ 10 lakh റുപ്പീസിന് ഒരു മെഷീനറി വാങ്ങിച്ചു എന്ന് വിചാരിച്ചു. ആ 10 lakhന്റെ മെഷീനറി വാങ്ങിച്ച സമയത്ത് അതിന്റെ വാല്യൂ ആയിരിക്കില്ല ഒരു എൻഡ് ഓഫ് ദ ഇയറിൽ ഉണ്ടാവില്ലേ. 10 lakhന്റെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1 lakh എന്നെങ്കിലും ഡിപ്രീസിയേഷൻ സംഭവിക്കാം അല്ലെ. റിട്ടേൺ പെർസെന്റേജ് നോക്കുന്ന സമയത്ത് ഒരു 1 lakh ഡിപ്രീസിയേഷൻ സംഭവിക്കാം. സോ ആ ഒരു ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മളുടെ ആ ഒരു വാല്യൂ നിന്ന് കോസ്റ്റിൽ നിന്നും ഒരു റിഡ്യൂസ് ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ് അല്ലെ. അതായത് 10 lakhൽ നിന്നും ഒരു 1 lakh ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 9 lakh ആയിരിക്കും പിന്നെ നമ്മളുടെ ആ ഒരു മെഷീനറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇൻ ദ കേസ് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാല് ഇൻഡേജിബിൾ അസറ്റ് ആർ മെഷേർഡ് അറ്റ് എ കോസ്റ്റ്, ആഫ്റ്റർ ദാറ്റ് ദേ ക്യാൻ ബി മെഷേർഡ് എയ്തർ അറ്റ് എ കോസ്റ്റ് ഓർ എ റീവാല്യൂഡ് എമൗണ്ട്. അപ്പം ഫസ്റ്റ് ഇനീഷ്യലി ആയിട്ട് നമ്മൾ ആ ഒരു ഇൻഡേജിബിൾ അസറ്റിനെ കോസ്റ്റിലാണ് മെഷർ ചെയ്യുന്നത്, പിന്നെ അതിന് ശേഷം നമ്മൾ റീവാല്യൂഡ് എമൗണ്ടിലും മെഷർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അമോർട്ടൈസേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇഫ് എൻ ഇൻഡേജിബിൾ അസറ്റ് ഹാസ് എ ലിമിറ്റഡ് ലൈഫ് ദെൻ ഇറ്റ് ഈസ് ഗ്രാജുവലി റിട്ടേൺ ഓഫ് അമോർട്ടൈസ് ഓവർ ഇറ്റ് യൂസ്ഫുൾ ലൈഫ്. അതായത് ഒരു അസറ്റിന് ഒരു ലിമിറ്റഡ് ലൈഫ് ആണെങ്കിൽ നമ്മൾ അതിനെ അമോർട്ടൈസ്ഡ് എന്നാണ് പറയുന്നത്. അതായത് ഓവർ യൂസ്ഫുൾ ലൈഫ് അതിനെ റിട്ടേൺ ഓഫ് ചെയ്യും. അതായത് ആ ഒരു അസറ്റിനെ നമ്മൾ ഗ്രാജുവലി ആയിട്ട് റിട്ടേൺ ഓഫ് ചെയ്യും. എന്താ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി തള്ളുക അല്ലെ. അതായത് എത്രയാണോ അതിന്റെ ഒരു ലൈഫ്, അതിനെങ്കിൽ ഒരു അസറ്റിന്റെ യൂസ്ഫുൾ ഓഫ് ലൈഫ് എത്രയാണോ ഉള്ളത് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അമോർട്ടൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇവിടെ മെയിൻലി ആയിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇമ്പയർമെന്റ് ഉണ്ട്. ഇഫ് ദ വാല്യൂ ഓഫ് എൻ ഇൻഡേജിബിൾ അസറ്റ് ഡ്രോപ്പ് ബിലോ ഇറ്റ് ക്യാരിങ് എമൗണ്ട് ദെൻ ഇറ്റ് മസ്റ്റ് ബി ടെസ്റ്റഡ് ഫോർ ദ ഇമ്പയർമെന്റ് ആൻഡ് അഡ്ജസ്റ്റഡ്. അതായത് ഒരു ഇൻഡേജിബിളിന്റെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ബിലോ ഇറ്റ്സ് ക്യാരിങ് എമൗണ്ട്, എത്രയാണോ അതിന്റെ ഒരു ക്യാരിങ് എമൗണ്ട് അതിൽ നിന്നും ലെസ് ആയാൽ, അതായത് ഒരു ബിലോ ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പയർമെന്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇൻഡേജിബിൾ അസറ്റ് എന്താണ്, അതെങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുക, അതെങ്ങനെയാണ് മെഷർ ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നീങ്ങാം. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 2 explain the concept of a net realizable value of an asset.
ഇപ്പൊ നമ്മള് ഈ 3 ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് എന്താ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. അപ്പം ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യണം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ 2 എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന്. ഓക്കെ, അപ്പൊ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഈസ് ദ വാല്യൂ ഫോർ വിച്ച് എനി അസറ്റ് ക്യാൻ ബി സോൾഡ് മൈനസ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഓർ ഡിസ്ഗ്രേഡിംഗ് ദി അസറ്റ്. എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? അതായത് നെറ്റ് റിയലൈസബിൾ വാല്യൂ ഈസ് ദ വാല്യൂ ഫോർ വിച്ച് ആൻ അസറ്റ് ക്യാൻ ബി സോൾഡ്. അതായത് ഒരു അസറ്റ് സോൾഡ് ചെയ്യാൻ, അതായത് ഒരു ഒരു അസറ്റിന്റെ വാല്യൂ, നമ്മളിപ്പോ ഒരു അസറ്റിനെ സോൾഡ് ചെയ്യുന്ന സമയത്തുള്ള വാല്യൂ, വാല്യൂ ഫോർ വിച്ച് ആൻ അസറ്റ് ക്യാൻ ബി സോൾഡ് മൈനസ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് സെല്ലിംഗ് ഓർ ഡിസ്കാർഡിംഗ് ദി അസറ്റ്. അതായത് ഒരു അസറ്റ് സോൾഡ് ചെയ്യാനും അതിൽ നിന്നും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ഒരു കോസ്റ്റ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഉണ്ടാവും. അതായത് ഒരു അസറ്റ് കോസ്റ്റ് നമുക്കറിയാം, ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റും അതിന്റെ റവന്യൂ അല്ലെ. അപ്പൊ നമുക്ക് എത്രയാണോ ഒരു പ്രോഡക്റ്റിന്റെ മേളിൽ ചെലവ് വന്നത്, അതിനോടൊപ്പം തന്നെ നമുക്ക് അത് കിട്ടാനുള്ള റിട്ടേൺ ആയിട്ട് നമുക്ക് ഇൻകം ബിസിനസ്സിലോട്ട് വരാനുള്ളതോട് ആഡ് ചെയ്യാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. അപ്പം ഇവിടെ NRV എന്ന് പറഞ്ഞാൽ നെറ്റ് റിയലൈസബിൾ വാല്യൂനെയാണ്, നെറ്റ് റിയലൈസബിൾ വാല്യൂ ഓഫ് എൻ അസറ്റ് ആണ്. അത് കാണല് ഒരു അസറ്റ് വിച്ച് ക്യാൻ ബി സോൾഡ് മൈനസ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ സെല്ലിംഗ് ഓർ ഡിസ്ഗ്രേഡിംഗ് ദി അസറ്റ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ പാർട്ടീസ് ഇൻവോൾവഡ് ഇൻ ദ ഹയർ പർച്ചേസ് അഗ്രിമെന്റ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ എവിടുന്നാ വന്നത്? നമ്മളുടെ ഹയർ പർച്ചേസിംഗ് സിസ്റ്റത്തിൽ നിന്നല്ലേ. നമ്മുടെ ബ്ലോക്ക് 3 or 4 ഹയർ പർച്ചേസിനെ കുറിച്ച് പറയുന്നത്. ഹയർ പർച്ചേസ് എന്തായിരുന്നു? ഇപ്പൊ നമ്മൾ ഒരു ക്യാഷ് ഇപ്പം ഫുൾ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കാതെ നമ്മൾ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് പേ ചെയ്ത് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഒരു കാറ് വാങ്ങിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു കാറിന് ഇപ്പൊ ഒരു 3 lakh ആണെന്ന് എമൗണ്ട് എന്ന് വിചാരിച്ചു. അപ്പൊ ആ 3 lakh എമൗണ്ട് ഫുള്ള് പേ ചെയ്യാതെ ഒരു 1 lakh മാത്രം പേ ചെയ്തു. ബാക്കി 2 lakh ഞാൻ എന്ത് ചെയ്തു? ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കീപ്പ് ചെയ്തു. അത് 2 lakh ഞാൻ ഓരോ ഇൻസ്റ്റാൾമെന്റുകളായിട്ട്, ഓരോ ടേമുകളായിട്ട് ഞാൻ എമൗണ്ടുകൾ പേ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു ഇൻസ്റ്റാൾമെന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എന്തുണ്ടാവുക? അതിന്റെ ഓണർഷിപ്പിലും കാര്യങ്ങളിലൊക്കെ ചേഞ്ച് വരിക. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹയർ പർച്ചേസിംഗ് സിസ്റ്റം ഓർ ഹയർ പർച്ചേസ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ആർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ആരാണ് ഇവിടുത്തെ പാർട്ടീസ് എന്നാണ് ചോദിച്ചത്. ഇപ്പൊ ഹയർ പർച്ചേസിംഗ് സിസ്റ്റം എന്താ പോലും അറിയാത്തവർക്ക് വരെ ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പം ആരൊക്കെ ആയിരിക്കും അവിടുത്തെ ഹയർ പർച്ചേസ് സിസ്റ്റത്തിലെ പാർട്ടീസ് എന്ന് പറയുന്നത്? The first one is seller and the second one is buyer അല്ലെ. ആരാണോ സെയിൽ ചെയ്യുന്ന ആള്, പിന്നെ അതുപോലെ തന്നെ ആരാണോ വാങ്ങിക്കുന്ന ആള്. പക്ഷെ ഇവിടെ സെല്ലറിന് നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ ഒരു പേര് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ബയറിനും പറയുന്നുണ്ട്. അപ്പൊ സെല്ലറിന് നമ്മൾ പറയുന്ന പേര് എന്തായിരുന്നു? ഹയർ വെഞ്ചർ എന്നാണ് പറയുന്നത് അല്ലെ. ഹയർ വെഞ്ചർ ഓർ ദി ഹയർ സെല്ലർ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ വാങ്ങിക്കുന്നത്, അതായത് ഒരു ബയറിന് പറയുന്ന പേരാണ് ഹയർ പർച്ചേസർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 2 പാർട്ടീസ് ആണുള്ളത്, ഹയർ പർച്ചേസറും ഹയർ വെഞ്ചറും. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അമ്മു എന്റർപ്രൈസ് പർച്ചേസ്ഡ് മെഷീനറി ഓൺ എ ഹയർ പർച്ചേസ് ബേസിസ്. അതായത് അമ്മു എന്റർപ്രൈസ് പർച്ചേസ് ചെയ്തു ഒരു മെഷീനറി, ഹയർ പർച്ചേസ് സിസ്റ്റത്തിലാണ് അവര് മെഷീനറി വാങ്ങിച്ചത്. The cash price of machine was 74,500. അതായത് ആ ഒരു മെഷീന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 74,500 ആണ്. He paid 20,000 on signing the agreement and the balance in 3 annual installment. ഇവിടെ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. 20,000 ആണ്. അതായത് അമ്മ ഒരു മെഷീനറി വാങ്ങിക്കാൻ 74,500 ആണ്. അതിൽ 20,000 മാത്രമേ അമ്മ കൊടുത്തിട്ടുള്ളൂ. അതായത് 74,500 രൂപയുടെ ഒരു മെഷീനറി വാങ്ങിക്കാൻ ഫസ്റ്റ് 20,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആണ് അവർ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തത്. ബാലൻസ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവില്ലേ?
ആ ഒരു എമൗണ്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് 20,000 രൂപ വീതം ആയിട്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ഇവിടെ കൊടുത്തത്. ആൻഡ് കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ്. അപ്പം ഇതിന് പുറമെ ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻട്രസ്റ്റും അമ്മു എന്റർപ്രൈസിന് കൊടുത്തിട്ടുണ്ട്. അതായത് അമ്മു എന്റർപ്രൈസിൽ നിന്നും ഒരു മെഷീനറി ഹയർ പർച്ചേസ് വാങ്ങി, മീൻസ് ഹയർ പർച്ചേസ് ചെയ്തത് 74,500 പക്ഷേ 20,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള എമൗണ്ട് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്, അതായത് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് പേ ചെയ്തത്. നമ്മളോട് പറഞ്ഞത് ഇതിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അതായത് ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അത് ആദ്യം എഴുതുക. അപ്പൊ ഒരു മെഷീനറിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാ? 74,500 ആണ് ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, എമൗണ്ട് പെയ്ഡ് അറ്റ് അതായത് അഗ്രിമെന്റ് സമയത്ത് കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 20,000 ആണ്. ഓക്കെ, ബാലൻസ് 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട്, അതായത് 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് 20,000 വീതമായിട്ട് കൊടുക്കണം. അപ്പൊ 20,000 ഇൻറ്റു 3 ഇൻസ്റ്റാൾമെന്റുകളായിട്ട് പേ ചെയ്യണം. ഓക്കെ, അതാണ് നമുക്ക് തന്ന ഡാറ്റാസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മളുടെ സ്റ്റെപ്പിലോട്ട് നീങ്ങാം. കാൽക്കുലേറ്റ് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഓവർ ദി ഹയർ പർച്ചേസ് പീരീഡ്. അതായത് ഇനീഷ്യൽ പേയ്മെന്റ് നമ്മൾ ചെയ്തത് 20,000 ആണ്. 3 ഇൻസ്റ്റാൾമെന്റ് ആയി 3 ഇൻറ്റു 20,000 എന്നും 60,000 രൂപയാണ് വരിക. അപ്പം ഇവിടെ ശരിക്കും വരുന്നത് നോക്കൂ, നമ്മൾ 20,000 രൂപ ഓൾറെഡി കൊടുത്തു, 60,000 രൂപ 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേ ചെയ്യണം. അതായത് 3 ടേംസ് ആയിട്ട് 20,000 കൊടുക്കുന്ന സമയത്ത് 60,000 ആയിരിക്കും. നമ്മൾ ഇവിടെ 3 ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ആണ് അല്ലെ. അപ്പൊ 20,000 ഇൻറ്റു 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം 20,000 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 16 കിട്ടും. പക്ഷെ നമ്മളുടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മളുടെ പ്രോഡക്റ്റ്, അതായത് ഒരു മെഷീനറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 74,500 ആണ്. പക്ഷെ നമ്മൾ ഇവിടെ 3 ഇൻസ്റ്റാൾമെന്റും അതോടുകൂടി തന്നെ നമ്മൾ ഇനീഷ്യലി ആയിട്ടൊരു 20,000 രൂപ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് മെഷീനറി വാങ്ങിയ ആ ഒരു ഡേയ്സ്. അപ്പൊ 20,000 നമ്മളുടെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് 60,000 വന്നിട്ടുണ്ട്. അപ്പൊ 16ഉം 20 എന്ന് പറയുമ്പോൾ എത്ര വരുന്നുണ്ട്? 18 വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മെഷീനറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 74,500 ഉള്ളൂ. അപ്പൊ 74,500 മൈനസ് 80,000 ഉണ്ട്. ആ ഒരു ഡിഫറൻസ് നമ്മളുടെ ശരിക്കും നമ്മളുടെ എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഇവിടെ കാണേണ്ടത്. അപ്പം 80,000 നിന്നും 74,500 എന്ന് പറയുമ്പോൾ 5,500 ആണ് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മെഷീനറിക്ക് നമ്മൾ മൊത്തത്തിലായിട്ട് പേ ചെയ്ത ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5,500 ആണ്. അപ്പം ഈ 5,500 കിട്ടിയത് എങ്ങനെയാ? ഈ 80,000 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഇവിടെ കൊടുത്ത, അതായത് ഇൻസ്റ്റാൾമെന്റിൽ പേ ചെയ്ത 20,000 ഇൻറ്റു 20,000 ഇൻറ്റു 3യും അതോടൊപ്പം തന്നെ നമ്മളുടെ മെഷീനറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 74,500ഉം 55,500. അപ്പം ഇതായിരിക്കും നമ്മളുടെ ഇൻട്രസ്റ്റ്, ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല, മീൻസ് ഡൗട്ട് വരാം. പക്ഷെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഡെൽക്രീഡിയർ കമ്മീഷൻ എന്ന് പറയും. ഡെൽക്രീഡിയർ കമ്മീഷൻ എന്ന് ഉദ്ദേശിച്ചാൽ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് യൂണിറ്റിനെ റിലേറ്റ് ചെയ്ത് വന്നതാണ്? നമ്മളുടെ റോയാലിറ്റി അക്കൗണ്ടിൽ, നമ്മുടെ കൺസൈൻമെന്റ് അക്കൗണ്ടിനെ റിലേറ്റ് ചെയ്ത് വന്നതാണ് ഡെൽക്രീഡിയർ കമ്മീഷൻ എന്ന് പറഞ്ഞത്. കൺസൈൻമെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തായിരുന്നു? നമ്മൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പൊ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, അപ്പൊ എന്റെ പ്രോഡക്റ്റ് എനിക്ക് സെയിൽ ചെയ്യണം. അപ്പൊ എന്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളിൽ ഒരാളെ ഞാൻ അപ്പോയിന്റ് ചെയ്യുന്നു എന്റെ ഒരു ഏജന്റ് ആയിട്ട്. അപ്പൊ നിങ്ങളാണ് എനിക്ക് ആ ഒരു പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നത്? സെയിൽ ചെയ്ത് കൊണ്ടുതരുന്നത്. അപ്പൊ നിങ്ങൾ ആ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാനൊരു കമ്മീഷൻ തരുന്നു. അപ്പൊ നിങ്ങൾ എന്റെ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇത്ര കമ്മീഷൻ തരാ എന്ന് നിങ്ങളോട് പറയുന്നു. സോ ആ തരുന്ന ഒരു കമ്മീഷനെയാണ് പറയുന്ന പേരാണ് എന്ത്? ഡെൽക്രീഡിയർ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽക്രീഡിയർ കമ്മീഷൻ എന്താ ചോദിച്ചാൽ നിങ്ങൾ എക്സാമിന് കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പൊ ഡെൽക്രീഡിയർ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ
ഏജന്റ് രൂപത്തിൽ ഒരാളെ വെക്കും, അവർക്ക് കൊടുക്കുന്ന ഒരു പേയ്മെന്റ് അല്ലെ കമ്മീഷനെയാണ് ഡെൽ ക്രിയേറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഡെൽ ക്രിയേറ്റർ കമ്മീഷൻ ഈസ് എ ടൈപ്പ് ഓഫ് എ കമ്മീഷൻ paid to a factor or a person who sell the goods on behalf of a another. That is higher usual because the factor guarantee payment to the principal. The person who owned the goods being sold for all debt that became the due to the agency relationship. ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളതായ വേർഡ്സിൽ ഈ ഒരു ആൻസർ ചെയ്യാം. ഡെൽ ക്രിയേറ്റർ കമ്മീഷൻ എന്ന് പറഞ്ഞാല് അവിടെ രണ്ട് പാർട്ടി മീൻസ് നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാർട്ടിയെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ നമ്മൾ നിയമിക്കുന്നു, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പേയ്മെന്റിനെയാണ്, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഒരു കമ്മീഷൻ കൊടുക്കുന്നു, അതിനാണ് ഡെൽ ക്രിയേറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാ കൊടുക്കുക? നമ്മൾ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, അതായത് കൺസൈനിക്ക്. അപ്പൊ കൺസൈനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും അല്ലെ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് തന്നു എന്ന് പറയുന്നു. ഇവിടെ ആരാണ് കൺസൈനർ? ഞാനാണ് അല്ലെ കൺസൈനർ. അപ്പൊ നിങ്ങളാണ് ആ പ്രോഡക്റ്റ് എനിക്ക് വിറ്റ് കൊണ്ട് തരുന്നത്, സെയിൽ ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങളാണ് ഇവിടെയുള്ള കൺസൈനി എന്ന് പറയുന്നത്. അപ്പൊ ഞാനും നിങ്ങളും, അതായത് നിങ്ങൾക്ക് ഞാൻ ആ ഒരു പേയ്മെന്റ് കമ്മീഷൻ തരുന്നത് എപ്പോഴാണ്? എന്റെ പ്രോഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്താൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കമ്മീഷൻ തരികയുള്ളൂ കേട്ടോ. ഓക്കെ, അതാണ് ഡെൽ ക്രിയേറ്റർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യന് ക്ലിയർ ആയില്ലേ? ഈ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഈസി ആണ് കേട്ടോ. ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞിട്ടാണ് ഈ ഒരു പേപ്പർ എന്താന്ന് ആക്ച്വലി ഡിഫിക്കൽട്ട് ആവുന്നത്. നമ്മൾ ഇഷ്ടത്തോടു കൂടി മനസ്സിലാക്കി പഠിച്ചാൽ ഇറ്റ്സ് വെരി ഈസി. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ച് ടൈമിനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ കുറച്ച് ടൈമിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാവണം. അത് യൂസ്ഫുൾ ആണ്, എക്സാമിന് യൂസ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കണം, അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാല് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലിപ്പോ കവർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ നമ്മൾ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നത്, ഈ ഒരു യൂണിറ്റ്. ഇപ്പൊ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞു, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ബേസ്ഡ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രിന്റെ കേസിലൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഞാൻ പറയാം. ജേണൽ എൻട്രി ഒക്കെ ആണെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ നോക്കാൻ കേട്ടോ. അപ്പാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ യൂസ്ഫുൾ ആവുക. ഓക്കെ, ഇപ്പം നമ്മളുടെ ക്ലാസ്സുകളിലാണെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ക്ലാസ് വീഡിയോസിലുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രേഖ എന്റർപ്രൈസ് പർച്ചേസ് മെഷീനറി ഓൺ ഹയർ പർച്ചേസ് ബേസ്ഡ്. Higher purchase based cash price for the machine was 91,000 and higher purchasing price was 10,000. Payment as to made 20,000 at the time of delivery, 30,000 after 5 months, 30,000 after 11 months, 12,000 after 19 months, 8,000 after 24 months. ഇത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ടെൻഷൻ ആയിട്ടുണ്ടാവും അല്ലെ? ഈ കാര്യങ്ങൾ ഇതൊന്നും ഇല്ല കേട്ടോ, പറഞ്ഞു തരാം. Machine was purchased on 1st July 2020 and the date of payment of each installment counted from the date calculated interest on each installment. Okay, അപ്പം ഇങ്ങനെയാണ് ജസ്റ്റ് പറഞ്ഞു തരാം. അതായത് രേഖ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള രേഖ എന്റർപ്രൈസ് പർച്ചേസ് ചെയ്തത് ഒരു മെഷീനാണ്. പർച്ചേസിനാണ് മെഷീനറി പർച്ചേസ് ചെയ്തത് 91,000 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്തത്. അതിൽ 10,000 റുപ്പീസ് ഫസ്റ്റ് പേ ചെയ്തു. അതിൽ 20,000 ഹയർ പർച്ചേസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,000 ആണ്. പക്ഷെ ഇവർ കൊടുത്ത പേയ്മെന്റ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് ഈ മെഷീനറി വാങ്ങുന്ന ഡെലിവറി സമയത്ത് 20,000 രൂപ കൊടുത്തു. പിന്നെ ആഫ്റ്റർ 5 മന്ത് എന്ന് പറയുമ്പോൾ ഇതിന് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്നാണോ വാങ്ങിച്ചത് അതിന് ശേഷമുള്ള ഡേറ്റ് ആണ് കേട്ടോ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം ആഫ്റ്റർ 5 മന്ത്, 1st ജൂലൈക്കാണ് മെഷീനറി വാങ്ങിച്ചത്. അപ്പൊ 1st ജൂലൈ എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 5 മന്ത് എന്ന് പറയുമ്പോൾ 1st ജൂലൈക്ക് ഡെലിവേർഡ് ചെയ്തിട്ടുണ്ട്, അത് 20,000 കൊടുത്തു. ആഫ്റ്റർ 5 മന്ത് എന്ന് പറയുമ്പോൾ ജൂലൈ അല്ലെ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. പിന്നെ ഇവർ കൊടുക്കുന്നത് ഡിസംബറിലാണ്. ഓക്കെ, ഡിസംബർ 2020 കേട്ടോ, ഡിസംബറിൽ. പിന്നെ 11 മന്ത് ഉണ്ട്, അതായത് ജൂലൈ മുതൽ 11 മന്ത് നോക്കുക. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്.
അതായത് 2021 മെയ്യിൽ അല്ലെ. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ 5 മന്ത് ജൂലൈ 5 മന്ത് ഡിസംബർ ആയി, പിന്നെ ഡിസംബറിന് ശേഷം 11 മാസം അങ്ങനെയല്ല നോക്കേണ്ടത്. എപ്പോഴാണോ പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയത് ആ ഒരു ഇപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനില് ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഡേറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എന്തിനെന്ന് വെച്ചാല് ഇപ്പൊ ഇൻട്രസ്റ്റിലോട്ട് വരുന്ന സമയത്ത് എത്ര മാസമാണോ അല്ലെങ്കിൽ ആ ഒരു മന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതിനാണ് ഈ ഡേറ്റ് സൂക്ഷിച്ച് ഓർമ്മിച്ച് വെക്കണം. അപ്പൊ ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഡെലിവേർഡ് ആയ ആ ഒരു ഡേറ്റ് മുതലാണ് ഇതിന്റെ ഈ ഒരു കാൽക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാം. ഒരു മെഷീനറിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 91,000 ആണ്. 91,000 ആണ്. ഓക്കെ, അതിന് ഹയർ പർച്ചേസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 10,000 ആണ് കേട്ടോ. 10,000. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്ത് നോക്കൂ. 20,000 ഡെലിവറി സമയത്ത് 20,000 നമ്മൾ പറഞ്ഞു. പിന്നെ ആഫ്റ്റർ 5 മന്ത് ഡിസംബറിലാണ്. പിന്നെ 11 മന്ത് എന്ന് പറയുമ്പോൾ ജൂൺ 2021 വന്നു. പിന്നെ 12,000 ആഫ്റ്റർ 90 മന്ത് ആണ്. അതായത് അതായത് ജൂലൈ 20 ശേഷമുള്ള ആഫ്റ്റർ 19 മന്ത് എന്ന് പറയുമ്പോൾ 2020 ജൂലൈയിലാണ് നമ്മൾ ഡെലിവറി ചെയ്തത്. പക്ഷേ 2022 2021 ഫെബ്രുവരി 1 തീയതിയാണ് 12,000 കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും 24 മന്ത് ആണ്. അതായത് 9 നിന്നും ഇതിന് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഈ 19 നിന്ന് 24 ഫസ്റ്റ് ജൂലൈ 2022 വരും. അപ്പൊ അത് നോക്കുക. അതാണ് ഇതിന്റെ മന്ത് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്നിട്ട് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻഡസ്ട്രി. ഫസ്റ്റ് ലെറ്റസ് കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻഡസ്ട്രി ചാർജ്. ഹയർ പർച്ചേസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓക്കെ, ഹയർ പർച്ചേസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 lakh ആണ് കേട്ടോ. ഹയർ പർച്ചേസ് പ്രൈസ് 1 lakh ആണ്. ഇവിടെ 10 അല്ല കേട്ടോ, 1 lakh ആണ്. ഹയർ പർച്ചേസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1 lakh. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 91,000 ആണ്. അപ്പൊ 9,000 റുപ്പീസ് ആണ് എന്ത് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഇൻട്രസ്റ്റ് ഹയർ പർച്ചേസ് സിസ്റ്റം 9,000 മുകളിലാണ് എന്ത് കാണേണ്ടത്, ഇൻട്രസ്റ്റ് കാണേണ്ടത്. സോ നൗ വി വിൽ അലോക്കേറ്റ് ദി ഇൻട്രസ്റ്റ് ടു ഈച്ച്. അപ്പൊ ഓരോ ഇൻസ്റ്റാൾമെന്റിലേക്ക് നമ്മൾ ഇവിടെ ടോട്ടൽ ഇൻട്രസ്റ്റ് കാണുന്നതിനോടൊപ്പം തന്നെ ഓരോ വർഷത്തേക്കുള്ള, അതായത് ഓരോ ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അല്ല സോറി, ഓരോ വർഷം, അതായത് ഒരു ഇത് നമ്മൾ നോക്കണം. അപ്പൊ ആ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഉള്ളതാണ് 20,000 അറ്റ് ദ ടൈം ഓഫ് ഡെലിവറി. സിൻസ് ദിസ് പേയ്മെന്റ് ഈസ് മെയ്ഡ് ഇമ്മീഡിയറ്റ്ലി നോ ഇൻട്രസ്റ്റ് ഈസ് ചാർജ്ഡ് ഓൺ ദിസ് ഇൻസ്റ്റാൾമെന്റ്. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ടു 30,000 ആണ് ആഫ്റ്റർ 5 മന്ത് എന്ന് പറയുന്നത്. അപ്പൊ 1 lakh നിന്നും എന്താണ് 20,000 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80,000 കിട്ടും. പിന്നെ ആ ഒരു 80,000 5 മന്ത്, പിന്നെ ആ ഒരു 80,000 മുകളിലാണ് കാണേണ്ടത് 30,000 കിട്ടും. നെക്സ്റ്റ് അതിന്റെ റിമൈനിങ് ബാലൻസ് ആണ് എന്ത് ചെയ്യേണ്ടത്, റിമൈനിങ് ബാലൻസ് ആണ് സെക്കൻഡ് പേയ്മെന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതാണ് 80,000 മൈനസ് 3,000, ദാറ്റ് ഈസ് 50,000. ഓക്കെ, നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ 11 മന്ത്. ഓക്കെ, ഇത് 11 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് 50,000 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നാലാമത്തെ ഇൻസ്റ്റാൾമെന്റിന്റെ കേസാണ് പറയുന്നത്. നാലാമത്തെ ഇൻസ്റ്റാൾമെന്റ് നമ്മൾ പേ ചെയ്തത് 12,000 രൂപയാണ്. 19 മന്ത് 19 മാസത്തിന് ശേഷമാണ്. അപ്പം അതിന്റെ നോക്കുക. അപ്പൊ 50,000 മൈനസ് 30,000 20,000 കിട്ടും. 20,000 എന്ന് പറയുന്നത് എത്രയാ, 19 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 8,000 ആണ്. 8,000 മുകളിലുള്ള ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഈ 20,000 മുകളിൽ തന്നെ 90,000 12,000 കാണാം. അതായത് എത്ര മന്ത്, 24 മന്തിലേക്കാണ് നമ്മൾ കാണുന്നത്. ആ 24 മന്തിലേക്ക് കാണുന്നതാണ് എന്ത്, ഈ ഒരു 8,000 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ സിമ്പിൾ ഫോർമുല എന്ന് പറയുന്നത് എന്താ, പ്രിൻസിപ്പിൾ ഇൻറ്റു റേറ്റ് ടൈം ഡിവൈഡഡ് ബൈ 100. എത്രയാണോ പ്രിൻസിപ്പിൾ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് എത്രയാണോ, പിന്നെ എത്രയാണോ പെർസെൻറ്റേജ്, അതേ ഇൻറ്റു എത്ര പീരീഡ് ഓഫ് ടൈം ആണ്. ഇപ്പൊ 12 മന്ത് ആണെങ്കിൽ 12, 6 മന്ത് ആണെങ്കിൽ 6 മന്ത്, അത് ഡിവൈഡഡ് ബൈ 100. അപ്പൊ ഇതാണ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ മുകളിലുള്ള സ്റ്റെപ്പ് ഫോളോ ചെയ്തത്. അപ്പം ഇതൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യമാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉള്ളത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് മിനിമം റെന്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് മീൻ ബൈ മിനിമം റെന്റ് എന്ന് പറയും? മിനിമം റെന്റ് എന്ന് പറയുന്നത് ഏത് യൂണിറ്റിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്? നമ്മളുടെ റോയാലിറ്റി അക്കൗണ്ട് എന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് മിനിമം റെന്റ് എന്ന് പറയുന്നത്? മിനിമം റെന്റ് ഈസ് റെഫേഴ്സ് ടു ദ മിനിമം എമൗണ്ട് ദാറ്റ് ലീസ് ദ ടെനന്റ് ടു ദ റെന്റർ അഗ്രി ടു പേ ദ ലെസർ ദ ഓർഡർ ഓർ ലാൻഡ് അണ്ടർ ലീസ് അഗ്രിമെന്റ്. നമുക്കറിയാം റോയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ശരിക്കും നമ്മളൊരു പ്രൊഡക്റ്റ് വാടകയ്ക്ക് എടുക്കുന്ന ഒരു സെയിം, അതായത് റെന്റിന് എടുക്കുന്ന സെയിം തിങ് ആണ് റോയാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ മിനിമം റെന്റ് എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട്, അതായത് അവിടെ രണ്ട് പാർട്ടീസ് ഉണ്ടാവും, ലെസ്സറും ഉണ്ടാവും ലെസ്സിയും ഉണ്ടാവും. അപ്പം ഒരു പ്രോഡക്റ്റ് ആരാണോ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ല സെയിൽ ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ, സെയിലല്ല, നമ്മൾ അവിടെ കൊടുക്കുന്നത് അവരെയാണ്, ലെൻഡ് ചെയ്യുന്നത് അവരെയാണ് നമ്മൾ ലെസ്സർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ ലാൻഡ് ലോഡ് എന്നൊക്കെ നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ആരാണോ യൂസ് ചെയ്യാൻ വാങ്ങിക്കുന്നത് അവരെയാണ് നമ്മൾ ലെസ്സി എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ മിനിമം റെന്റ് എന്ന് പറഞ്ഞാല് ലെസ്സി ലെസ്സർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മെഷീനറിയോ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവാം. അപ്പം അവർക്ക് കൊടുക്കുന്ന ഒരു മിനിമം റെന്റിനെ അല്ലെങ്കിൽ മിനിമം എമൗണ്ടിനെയാണ്, ഇപ്പൊ ഒരു നിശ്ചിത, ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അവർക്ക് പേ ചെയ്യേണ്ടതുണ്ട്. ആ നിശ്ചിത ഫിക്സഡ് എമൗണ്ടിനെ ആണ് മിനിമം റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മിനിമം റെന്റ് എന്ന് പറഞ്ഞാല് ആരും പേടിക്കേണ്ട, നമ്മളുടെ റോയാലിറ്റി അക്കൗണ്ട് എന്ന് ചോദിച്ചതാണ്. അവിടെ നമുക്കറിയാം ലെസ്സർ ലെസ്സി എന്ന് പറഞ്ഞിട്ട് ടു പാർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആരാണോ റെന്റ് കൊടുക്കുന്നത്, ഒരു പ്രോഡക്റ്റിനെ ലെൻഡ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ ലെസ്സർ എന്നും, ആരാണോ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആരാണോ യൂസ് ചെയ്യുന്ന ലെസ്സി എന്ന് പറയും. അപ്പൊ ലെസ്സി ലെസ്സർക്ക് കൊടുക്കുന്ന ഒരു അഗ്രീഡ് എമൗണ്ട് അല്ലെങ്കിൽ അഗ്രീ ടു പേ ദ ലെസ്സർ, ലെസ്സറിന് ഒരു അഗ്രീഡ് എമൗണ്ട് പേ ചെയ്യുന്നതിനെ ആണ് മിനിമം റെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു മെഷീനറി, എനിക്ക് എന്റെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ ഞാൻ ഒരു മെഷീനറി വാടകയ്ക്ക് എടുത്തു എന്ന് വിചാരിച്ചോ. അപ്പൊ ആ മെഷീനറി വാടക മീൻസ് റെന്റിന് എടുത്ത സമയത്ത് അതിന് ഞാൻ കൊടുക്കേണ്ടത് 15,000 രൂപയാണ് എന്നോട് ലെസ്സർ പറഞ്ഞത്. അതായത് ലാൻഡ് ലോഡ് പറഞ്ഞത് എന്നോട് 15,000 രൂപ നിങ്ങൾ തരണം എന്ന് എന്നോട് പറഞ്ഞു. ഈ 10,000 ആണ് മിനിമം റെന്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ആ മെഷീനറി യൂസ് ചെയ്ത് എനിക്ക് നല്ല പ്രോഫിറ്റ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ 10,000 റുപ്പീസിന് റെന്റിന് ഒരു മെഷീനറി വാങ്ങിച്ചു. പക്ഷെ എനിക്ക് റിട്ടേൺ ആ മെഷീനറിയിൽ നിന്നും കിട്ടിയത് ഒരു 1 lakh ആണെന്ന് വിചാരിച്ചു. അപ്പൊ 10 lakh ആണ്. അപ്പൊ 1 lakh എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതിൽ കൂടുതൽ എനിക്ക് വന്ന്. അപ്പൊ എനിക്ക് കൂടുതൽ കിട്ടുന്ന സിറ്റുവേഷനിൽ ഞാൻ ഒരിക്കലും ലാൻഡ് ലോഡിന് എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, അധികമായിട്ട് റെന്റ് കൊടുക്കേണ്ട ആവശ്യം, എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ റെന്റും കൂടി, അങ്ങനെ ഒരു കൺസിഡറേഷനേ അവിടെ ഇല്ല. ഓക്കെ, ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ ഒരു ഷോപ്പ് നോക്കിയാൽ മതി. ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ഒരു ഷോപ്പിൽ നടത്തുകയാണ് വിചാരിച്ചോ. അപ്പൊ ആ ഷോപ്പിന് ഷോപ്പ് എന്ന് പറയുന്നത് റെന്റിലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ബിസിനസ് ആണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ് വാട്ട് എവർ ഇറ്റ് ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്, ഇറ്റ് ഈസ് നോ ഡിപ്പെൻഡ് ദ റെന്റ്. അതായത് റെന്റിന് അത് ഡിപ്പെൻഡ് ചെയ്യേയില്ല അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഗ്രോത്ത് ആണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ലോസ് ആണെങ്കിലോ അവരുടെ റെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഹൈലി പ്രോഫിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആകുന്ന സമയത്ത് റെന്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെ കൂടേണ്ട ആവശ്യമൊന്നും ഇല്ല. അപ്പൊ അത് ഫിക്സഡ് ആണ്. അതാണ് പറയുന്നത് മിനിമം റെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മിനിമം എമൗണ്ട് ദാറ്റ് ലെസ്സി ഓർ ടെനന്റ് ഓർ റെന്റർ അഗ്രി ടു പേ ദ ലെസ്സർ അണ്ടർ എ ലീസ് അഗ്രിമെന്റ് റിഗാർഡ്ലെസ് ഓഫ് ദി ആക്ച്വൽ ഏർണിംഗ്സ് ഓർ യൂസേജ് ദ അസറ്റ് ബീങ് ലീസ്ഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് IFRS കൺവേർജൻസ് ഫോർ എ ബിസിനസ് ഇൻ ഇന്ത്യ, highlighting its benefit, explain the object and key provisions of IFRS 1 regarding the preparations of first time IFRS financial statement. എന്താ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഇതൊരു അപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് IFRS കൺവേർജൻസ് ഫോർ എ ബിസിനസ്. ഒരു ബിസിനസ്സിലെ
IFRSന്റെ കൺവേർജൻസിനെ കുറിച്ചിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാ ചോദിച്ചത്. അത് എങ്ങനെയാണ് ഒരു ബിസിനസിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നും അതിന്റെ ഒബ്ജക്റ്റീവും കാര്യങ്ങളും ഒക്കെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്കറിയാം IFRS എന്താണ്, IFRS എവിടുന്നാ വന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം IFRS എന്ന് പറയുമ്പോൾ GAP ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിലാണ്. IFRS എന്ന് പറയുമ്പോൾ യൂണിഫോംലി അല്ലെങ്കിൽ യുണീക്ലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്, ഒരു കമ്പനി വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കാര്യങ്ങളുമാണ് IFRS എന്ന് പറയുന്നത്. അതിൽ IFRS 1 എന്ന് പറഞ്ഞാൽ IFRS 1 അഡോപ്ഷൻ ഓഫ് ഈ IFRS ഉള്ളത്. ഓക്കെ, അതിന് ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചത്. നമുക്ക് നോക്കാം. ദ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS convergence is critical for business in India due to globalization. അപ്പം ഈ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി തന്നെ ഈ IFRSന്റെ യൂസ്ഫുൾ അല്ലെങ്കിൽ അതിന്റെ ക്രിറ്റിക്കലി ആയിട്ട് അത് എന്തായിട്ടുണ്ട്, ഒരു ബിസിനസിനെ വളരെ അധികം ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബിസിനസിനെ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദ നീഡ് ഫോർ കൺസിസ്റ്റന്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. നമുക്കറിയാം ഡ്യൂ ടു ദ ഗ്ലോബലൈസേഷൻ നമ്മളുടെ ബിസിനസ് വേൾഡ് വൈഡ് ആകുന്ന സമയത്ത് അവിടെ എന്താണ്, അവിടെ ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ എനിക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അത് അബ്രോഡ് ആണെങ്കിൽ എന്റെ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളും എന്ന് പറയുന്നത് എന്തായിരിക്കും, അബ്രോഡ് ആയിരിക്കും അല്ലെ. അവിടെ ആയിരിക്കും എന്റെ എന്തുണ്ടാവുക, എന്നെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്സും എന്റെ പ്രോഫിറ്റും ഒക്കെ എനിക്ക് അവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. സോ അവരുടെ ഫിനാൻഷ്യലും മീൻസ് അവരുടെ എമൗണ്ട്സും കറൻസി റേറ്റ്സും നമ്മളുടെ ഇന്ത്യയിലുള്ള കറൻസി ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. ആൻഡ് ഓൾസോ അവിടുത്തെ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട് അവർ പ്രിപ്പയർ ചെയ്യുന്നത് മീൻസ് അബ്രോഡ് ആയിരിക്കും. ഇപ്പോൾ UAE-യിലാണെങ്കിൽ UAE അവരായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ ആവുമ്പോൾ ഇന്ത്യൻ സ്റ്റൈലിലായിരിക്കും ഉണ്ടാവുക. സോ ഈ IFRSന്റെ മീൻസ് IFRS വന്നതോടുകൂടി ആ ഒരു പ്രശ്നത്തിന് അവിടെ പരിഹാരമായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ IFRS യൂസ് ചെയ്യുന്ന സമയം നമ്മുടെ ബിസിനസ് ഇന്ത്യയിലായാലും ഇന്ത്യയുടെ പുറത്തായാലും എല്ലാവർക്കും യുണീക്ലി ഒരു സ്റ്റാൻഡേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുണീക്ലി ആയിട്ട് റൂൾസ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ബെനിഫിറ്റ് ആവും. സോ അത് തന്നെയാണ് IFRSന്റെ കൺവേർജൻസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ IFRS is a global standard that help the company in India align the accounting principle with those of the international community. ഓക്കെ, അപ്പം IFRS എന്താ ക്ലിയർ ആയില്ലേ? ഒന്നുകൂടെ പറയാം. IFRS എന്ന് പറഞ്ഞാല് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ്. ഇപ്പൊ നമ്മളുടെ ബിസിനസ്, അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇന്ത്യൻ ബിസിനസ്സിന് എങ്ങനെ IFRS ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള ബിസിനസ് വേൾഡ് വൈഡ് ആകുന്ന സമയത്ത് ഗ്ലോബലൈസേഷന് ശേഷം നമുക്ക് എന്തായിട്ടുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്നും പുറത്തായിരിക്കും അല്ലെ, വേൾഡ് വൈഡ് ആവും. സോ ആ സമയത്ത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു IFRS റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് കോമൺലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ബെനിഫിറ്റ് ആണ്. First one is improved the comparability. IFRS ensure that financial statements are comparable across the border. This helps the investors, stakeholders compare the company for different countries on an equal footing, promoting the transparency and consistency. In the improved the comparability എന്ന് പറഞ്ഞാൽ ഈ IFRSന്റെ ഈ കൺവേർജൻസ് കാരണം നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ കമ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ അബ്രോഡ് കമ്പനി ആയിക്കോട്ടെ, ഈ കമ്പനികൾ തമ്മിൽ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യാനും ഹെൽപ്പ് ആവുന്നുണ്ട്. അതാണ് ഫസ്റ്റ് വൺ, ഇംപ്രൂവ് ദി കമ്പാരബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഓക്കെ, അപ്പം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെയും ഈ ഒരു IFRS എന്താവുന്നുണ്ട്, ഹെൽപ്പ് ആവുന്നുണ്ട്. ഗ്ലോബലി ആക്സെപ്റ്റഡ് ആവുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഫോറിൻ ഒരുപാട് ഇൻവെസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളുടെ കമ്പനിയിലേക്ക് വരും. അപ്പൊ കമ്പനിക്ക് അതും ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് എൻഹാൻസ് ദ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി.
IFRS is provide the detailed disclosure requirement leading to improved the transparency. This help the business to build up ട്രസ്റ്റ് ബിറ്റ്വീൻ ദ ഇൻവെസ്റ്റേഴ്സ് ക്രെഡിറ്റേഴ്സ് ആൻഡ് അതർ. ഓക്കെ, അതായത് ഒരു ട്രാൻസ്പെറൻസി, അതായത് നമ്മളുടെ ബിസിനസ്സിൽ ഒരു ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റി, ഒരു ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു കമ്പനീന്റെ ഒരു പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ആ കമ്പനിക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ടോ, അല്ലെങ്കിൽ അതൊരു ഇന്ത്യൻ കമ്പനിയാണോ, അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിയാണോ എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ നോക്കൂല്ലേ. അതിൻ്റെതായ അക്കൗണ്ടബിലിറ്റി, അതെന്താണ് ശരിക്കും നമുക്ക് തരുന്ന ഒരു അക്കൗണ്ടബിലിറ്റി, പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ട്രസ്റ്റ് ആണ്. അപ്പൊ വേറൊരു സ്ഥലത്ത് ഇതൊരു ബിസിനസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. സോ അത് തന്നെയാണ് ഈ IFRS എന്ന് പറയുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈ IFRS യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നല്ലൊരു അക്കൗണ്ടബിലിറ്റിന്റെ അവിടെ ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നെക്സ്റ്റിലാണ് ഗ്ലോബൽ മാർക്കറ്റ് ആണ്. ഈ IFRS വന്നതോടുകൂടി തന്നെ നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക്, അതായത് ഷെയർസുകൾ ലിസ്റ്റ് ചെയ്യാൻ ഇന്റർനാഷണൽ മാർക്കറ്റിലോട്ട് ലിസ്റ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇന്ത്യൻ കമ്പനിയെ വേറൊരു ഇന്റർനാഷണൽ മാർക്കറ്റിൽ വന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനീന്റെ ഷെയർസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. സോ അതാണ് ഈ IFRS വന്നതോട് കൂടിയിട്ടാണ് വന്നത്. അത് കാരണം ഒരുപാട് ഗ്രോത്തിനെയും എക്സ്പെൻഷനെയും ഒക്കെ ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനാണ്. ഈ IFRS എന്ന് പറയുന്നത് നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കമ്പയറിംഗ് ഇൻ ടു ദ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. കാരണം ഇതൊരു വേൾഡ് വൈഡ് ആയതുകൊണ്ട് കൂടി തന്നെ ഒരു ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കൺസിസ്റ്റൻസി ആണ്. അപ്പൊ IFRS ഹെൽപ് ദ സ്റ്റാൻഡർഡൈസ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ensure the consistency in the preparation of a financial statement. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ എന്താണ് IFRS ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിലൂടെ ഒരു ബെസ്റ്റ് ഡിസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ ഷെയർ ഹോൾഡേഴ്സിനും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കാനും അവർക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. Okay, next alignment with global practices ആണ്. As more country adopt IFRS, India like in economic practice with international standard ensure that India. അതായത് ഒന്നുമില്ല, അതായത് ഈ IFRS യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യയിലും ഇപ്പൊ IFRS യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് നീങ്ങുകയാണ് അല്ലെ. അപ്പൊ അതും ഒരു എന്താണ് ഗ്ലോബൽ പ്രാക്ടീസ്. മോർ കൺട്രീസ് ഈ ഒരു IFRS അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലോട്ട് നീങ്ങും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു കമ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് IFRS ഇമ്പോർട്ടൻസ് ആണ്. ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഗ്ലോബൽ മാർക്കറ്റ് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ട് വളരെ ക്വാളിറ്റി ആയിരിക്കും, മോർ ആക്യുറേറ്റ് ആയിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാം. പിന്നെ ഗ്ലോബൽ പ്രാക്ടീസസ്, ഇന്ത്യൻ കമ്പനീസും കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു IFRS യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആക്കാം, അല്ലെങ്കിൽ ഇന്റർനാഷണലി ആവും. ഓക്കെ, അതാണ് ഇതോട് ഗ്ലോബൽ പ്രാക്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി concept of a consignment in a business transaction, highlighting its key features and necessity, compare and compare consignment and sale, explain the accounting treatment in the book of a consignor and consignee. ഇത് ഓൾറെഡി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ ഡെൽകെയർ കമ്മീഷൻ എന്താണെന്ന് ചോദിച്ച സമയത്ത് ഇതൊരു കൺസൈൻമെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റിൽ നിന്നും ചോദിച്ചതാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കൺസൈനർ ആരാ, കൺസൈനി എന്താണെന്ന് ചോദിച്ചു. ഇപ്പൊ ഈ ഒരു യൂണിറ്റിനെ മൊത്തത്തിലായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു 50 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഡിസ്കസ് ദ കോൺസെപ്റ്റ്. അപ്പൊ 50 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ എപ്പോഴും ബ്രേക്ക് ചെയ്ത് ആൻസർ എടുക്കുക. ബ്രേക്ക് ചെയ്ത് ആൻസർ എടുക്കുക പറഞ്ഞാൽ എന്താ മീൻസ്, ബ്രേക്ക് ചെയ്ത് മീൻസ് ബാക്കിയുള്ളത് കൊടുക്കണ്ടെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് കാര്യം എന്താ പറഞ്ഞത്, ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് കൺസൈൻ. ആ ഒരു കോൺസെപ്റ്റിനെ നിങ്ങൾ ഇവിടെ കാണിക്കണം. നെക്സ്റ്റ് അതുപോലെ തന്നെ ഒരു കീ ഫീച്ചേഴ്സ് ചോദിച്ചു. നെക്സ്റ്റ് ഫീച്ചേഴ്സുകൾ ചോദിക്കാം. പിന്നെ നമ്മളോട് ചോദിച്ചെന്താ, കൺസൈൻമെന്റും സെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, അത് ഇവിടെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ചോദിച്ചതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ജേണൽ എൻട്രി ആണ് ചോദിച്ചത്. അപ്പൊ ജേണൽ എൻട്രിന്റെ കാര്യങ്ങളും ഇവിടെ കൊടുക്കുക. അപ്പൊ ആ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക്കലി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് 50 മാർക്കിൽ ചോദിച്ച ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 50 മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ.
അപ്പൊ ആ ഒരു നീറ്റ്നെസ്, ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോയിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. കാരണം ഇതൊക്കെ വളരെ ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ തന്നെ ആ യൂണിറ്റ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. കാരണം ആ ഒരു യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആണ്, പിന്നെ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളും മാത്രം നിങ്ങൾ എക്സാമിന് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് നീങ്ങാം. എന്താണ് കൺസൈൻമെന്റ് എന്നാണ് ചോദിച്ചത്. എന്താ ഈ കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാല്? കൺസൈൻമെന്റ് ഈസ് വെൻ കൺസൈനർ സെൻഡ് എ ഗുഡ്സ് ടു എ കൺസൈനി ടു സെൽ ഓൺ ദെയർ ബിഹാഫ്. എന്താ ഇവിടെ ഉദ്ദേശിച്ചത്? അതായത് ഒരു കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാല് കൺസൈനർ ഒരു ഗുഡ്സ് കൺസൈനിക്ക് എന്ത് ചെയ്യാണ്? സെൻഡ് ചെയ്യാണ്. അവരുടെ കൺസൈനറിന്റെ റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് കൺസൈനിക്ക് സെയിൽ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കൺസൈനർ ആരാന്ന് മനസ്സിലായി? കൺസൈനി ആരാ നിങ്ങൾക്ക് അറിയില്ലേ? കൺസൈനർ എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് സെൻഡ് ചെയ്യുന്ന ആളെയാണ് കൺസൈനർ എന്നും, ആ ഗുഡ്സ് സെൽ ചെയ്ത് ആരെയാണോ സെയിൽ ചെയ്യാൻ നമ്മൾ വെച്ചത് അവരെയാണ് കൺസൈനി എന്ന് പറയുന്നത്. അപ്പൊ കൺസൈനർ ആയിരിക്കും ആ ഒരു ഗുഡ്സിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഓണർഷിപ്പ് അവരുടെ കയ്യിലാണേലും ആ ഗുഡ്സ് സെയിൽ ചെയ്യാനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആരുടെ കയ്യിലാ? കൺസൈനിന്റെ കയ്യിലാണ്. ആ കൺസൈനിക്ക് ഒരു കമ്മീഷൻസും കാര്യങ്ങളൊക്കെ കൺസൈനർ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? കാരണം ഇത് എക്സാമിന് ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി ഇതിന്റെ ഒരു നെസസിറ്റി എന്താണെന്ന് നോക്കാം. ദ ഫസ്റ്റ് തിങ് ഈസ് മാർക്കറ്റ് എക്സ്പ്ലനേഷൻ അല്ലെ. allow the consignor to reach the new market without setting a physical presence. മാർക്കറ്റ് എക്സ്പ്ലനേഷൻ എന്ന ഉദ്ദേശം എന്താ? ഇപ്പൊ നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസിനെ ഒരു ഇപ്പൊ ഞാൻ തന്നെ എന്റെ പ്രൊഡക്റ്റിനെ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ പോകുന്നതിന് പകരമായിട്ട് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ സ്കില്ലും അവരുടെ നോളജും കാര്യങ്ങളൊക്കെ ത്രൂ അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ അവിടെ ഒരു ന്യൂ മാർക്കറ്റിലേക്ക് അല്ലെ, ഒരു പുതിയൊരു മാർക്കറ്റിലേക്കുള്ള എൻട്രിങ്ങിന് അവിടെ ചാൻസസ് ഉണ്ട്. അതിനെയാണ് മാർക്കറ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ മാർക്കറ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാല് നെക്സ്റ്റ് ഇതാണ് ക്യാപിറ്റൽ കൺസർവേഷൻ എന്ന് പറയും. വാട്ട് യു മീൻ ബൈ ക്യാപിറ്റൽ കൺസർവേഷൻ? ദ കൺസൈനി ഡസ് നോട്ട് നീഡ് ടു പേ upfront for the goods, reducing their capital needs. അതായത് ഒരു കൺസൈനി ഡസ് നോട്ട് നീഡ് ടു പേ upfront for the goods, reducing their capital needs. അതായത് ക്യാപിറ്റൽ കൺസർവേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കൺസൈനിനോട് പറയാണ് നിങ്ങൾ ഇത്ര പേയ്മെന്റ് മീൻസ് നിങ്ങൾ ഈ ഗുഡ്സ് ഞാൻ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്, അത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് തരാം. അപ്പം അവര് മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം റെഡ്യൂസിങ് ദ റിസ്ക് ഫോർ ദ കൺസൈനർ. ഇപ്പൊ കൺസൈനർക്ക് അവിടെ യാതൊരു റിസ്കും ഇല്ല അല്ലെ. അവിടെ ആരാണ് പോകുന്നത്? കൺസൈനി ആണ് അവിടെ പോകുന്നത്. കൺസൈനർ എല്ലാ എക്സ്പെൻസസും മീറ്റ് ചെയ്യാൻ കൺസൈനിക്ക് ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട്, പക്ഷെ കൺസൈനർ ഹീസ് ഹാപ്പി അല്ലെ. കൺസൈനർ അവിടെ ഹാപ്പിയാണ്, കൺസൈനർക്ക് പ്രശ്നമൊന്നും ഇല്ല. അവര് നല്ല കൺസൈനിനോട് പറയും നിങ്ങൾ ഇത്ര പ്രൊഡക്റ്റ് ആക്കണം, അല്ലെങ്കിൽ സെയിൽ ചെയ്യാനുള്ള യാതൊരു ടെൻഷനോ വെറിയിടോ ആർക്കില്ല, കൺസൈനിക്കില്ല. പക്ഷെ നെക്സ്റ്റ് ആണ് സെയിൽ ഇൻസെന്റീവ് എന്ന് പറയും. കൺസൈനി ഈസ് മോട്ടിവേറ്റഡ് ടു സെൽ. അതായത് എപ്പോഴും ഇപ്പൊ നേരത്തെ കമ്മീഷൻ പറഞ്ഞു, അതുപോലെ തന്നെ കൺസൈനിയെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യാനുള്ള മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻസെന്റീവ് ആണ് അല്ലെ. ഇത്ര നിങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഇൻസെന്റീവ് നിങ്ങൾക്ക് കിട്ടും എന്ന് കൺസൈനർ പറയും. അപ്പൊ ആ ഒരു പ്രോസസ്സാണ്. ഓക്കെ, പിന്നെ നമ്മളോട് ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൺസൈൻമെന്റും കൺസൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. അപ്പം ഇത് ഡിഫറൻസ് ഓർത്ത് വെക്കുക, ഈസി ആണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. കൺസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കൺസൈനർ കൺസൈനിക്ക് ഒരു അഗ്രീഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് മീൻസ് ഒരു പ്രൊഡക്റ്റ് ഗുഡ്സ് സെയിൽ ചെയ്യായിരിക്കും ചെയ്യാം. സെയിൽ അല്ല, ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യാം. പക്ഷെ ഈ സെയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കടയിൽ പോയി ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് തരുന്നു, പിന്നെ നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ പ്രൊഡക്റ്റ് ആയി മാറുന്നു അല്ലെ. അത് തന്നെയാണ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ എ സർട്ടൈൻ പ്രൈസ്. നെക്സ്റ്റ് ഉള്ളതാണ് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് റിമെയിൻ വിത്ത് ദ കൺസൈനർ അണ്ടിൽ സോൾഡ്. അപ്പം കൺസൈൻമെന്റിന്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കൺസൈനർ കൺസൈനിക്ക് ഒരു ഗുഡ്സ് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഓണർഷിപ്പോട് കൂടിയിട്ടല്ല കൊടുക്കുന്നത്. ഓണർഷിപ്പ് എപ്പോഴാ മൂവ് ആവുക? കൺസൈനിന്റെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുമ്പോഴാണ് എന്ത് ആവുന്നത്? ഈ ഓണർഷിപ്പ് മൂവ് ആവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അതിന്റെ സെയിലിന്റെ കേസിലാകുമ്പോൾ ഓണർഷിപ്പ് അപ്പൊ തന്നെ എന്താവുന്നുണ്ട്? ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പിന്നെ
കൺസൈൻമെന്റിന്റെ കേസിൽ ഇപ്പം കൺസൈനർ ഒരുപാട് പ്രോഡക്റ്റ് കൺസൈനിക്ക് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, നിങ്ങൾ ഇത് സോൾഡ് ചെയ്ത് തരണം പറഞ്ഞു. പക്ഷെ ചില പ്രോഡക്റ്റ് ഒക്കെ അവിടെ അൺസോൾഡ് ഉണ്ട്, സോൾഡ് ചെയ്യാത്ത ഗുഡ്സുകൾ ഉണ്ട്. അങ്ങനെയുള്ള ഗുഡ്സ് ഒക്കെ കൺസൈനി എന്താ ചെയ്യേണ്ടത്? പെട്ടെന്ന് തന്നെ കൺസൈനറിനോട് ഇൻഫോം ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് സെയിൽസിന്റെ കേസിലാണെങ്കിൽ എന്താ ചെയ്യാ? സെയിൽസിന്റെ കേസിലാണെങ്കിലും ഇപ്പൊ നമ്മളൊരു കടയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങി, ഒരു ഡ്രസ്സൊക്കെ വാങ്ങി, ഡ്രസ്സ് വാങ്ങി വീട്ടിൽ വന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ തൊട്ടടുത്ത വണ്ടിയിൽ തന്നെ പെട്ടെന്ന് കയറി പോകൂലേ, കയറി ഷോപ്പിൽ പോയിട്ട് നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അതിനെയാണ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഉള്ളത് കൺസൈനർ ബിയർ ദ റിസ്ക്. ഇവിടെ കൺസൈൻമെന്റിൽ കൺസൈനർക്ക് ഒരുപാട് റിസ്കുകളാണ്, മീൻസ് ബിയർ ദ റിസ്ക് ആണ് അല്ലെ. പക്ഷെ ബയർ ഇവിടെ സെയിൽസിൽ ബയർക്കാണ് റിസ്ക് ഉണ്ടാവുക. ഇത് കൺസൈൻമെന്റില് ഒരു പെർഫോമ ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് പെർഫോമ ഇൻവോയ്സ് എന്ന് നിങ്ങൾക്ക് ഉണ്ടാവും, ഞാൻ പറഞ്ഞുതരാം. പെർഫോമ ഇൻവോയ്സ് എന്ന് പറഞ്ഞാല് കൺസൈനിക്ക് ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെ ആണ് പെർഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവാന്ന് വെച്ചാല് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിന്റെ എന്താണ് അതിന്റെ യൂസേജ്, മാർക്കറ്റിംഗ്, പ്രൈസിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? പെർഫോമ ഇൻവോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നേരെ മറിച്ച് കൺസൈനർക്കും ഒരു ഇൻവോയ്സ് സബ്മിറ്റ് ചെയ്യണം. അതായത് ഒരു പ്രോഡക്റ്റ് എത്ര ഗുഡ്സിന് കൊടുത്തു, അല്ലെങ്കിൽ എത്ര വാല്യൂന്ന് സെയിൽ ചെയ്തു, ഇങ്ങനെയൊക്കെ കൺസിഡർ ചെയ്തു. പക്ഷെ സെയിൽസിലോട്ട് വരുന്ന സമയത്തോ, നമ്മളൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് സെയിൽ ഇൻവോയ്സ് ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഡിഫറൻസ് കൺസൈൻമെന്റും സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾ ഒക്കെ വെച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ലേ? കാരണം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻസ് ആവും. ജസ്റ്റ് എന്താ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് എന്താവണം? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവണം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ. നെക്സ്റ്റ് ജേണൽ എൻട്രീസ് ആണ്. നോക്കിക്കോളൂ, കൺസൈനറിന്റെ ബുക്കിലും കൺസൈനറിന്റെ ബുക്കിലും നോക്കണം. അപ്പം കൺസൈനർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് അല്ലെ. ഒരു ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ഉള്ള ജേണൽ എൻട്രി ആണ് കൺസൈൻമെന്റ് അക്കൗണ്ട് ആൻഡ് ഡെപ്റ്റർ ടു ക്രെഡിറ്റ് ഇൻവെന്ററി അക്കൗണ്ട്. പേയ്മെന്റ് കൺസൈനിക്ക് പേ ചെയ്യുന്ന സമയത്ത് ഡെബിറ്റ് ഓർ ബാങ്ക് ക്യാഷ് അക്കൗണ്ട്, ഡെപ്റ്റർ ടു ക്രെഡിറ്റ് കൺസൈൻമെന്റ് അക്കൗണ്ട് എന്നാണ്. എക്സ്പെൻസിന്റെ സമയത്ത് എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഓക്കെ. നെക്സ്റ്റ് പ്രോഫിറ്റ് ഫോർ കൺസൈൻമെന്റിന് പ്രോഫിറ്റ് കൊടുക്കും, മീൻസ് അതായത് കൺസൈൻമെന്റിനോട് നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ, അതായത് ഡെബിറ്റ് കൺസൈൻമെന്റ് അക്കൗണ്ട്, ഡെബിറ്റ് ടു ക്രെഡിറ്റ് പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ് അക്കൗണ്ട് എന്നാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് കൺസൈനിന്റെ ബുക്കിൽ കൺസൈനിക്ക് ഒരു ഗുഡ്സ് റിസീവ് ചെയ്ത് കിട്ടിയാൽ, അത് കിട്ടിക്കഴിഞ്ഞാല് എന്താണ് ഡെബിറ്റ് കൺസൈൻമെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്രെഡിറ്റ് കൺസൈമർ അക്കൗണ്ട്. സെയിൽ ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്രെഡിറ്റ് സെയിൽ അക്കൗണ്ട്. നെക്സ്റ്റ് പേയ്മെന്റ് ടു കൺസൈനർ ഡെബിറ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്രെഡിറ്റ്. ദെൻ കമ്മീഷൻ ഏൺ ചെയ്താൽ ഡെബിറ്റ് കമ്മീഷൻ എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്രെഡിറ്റ് എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പൊ ഇതാണ് ജേണൽ. ഇപ്പൊ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ജേണലിൽ നിങ്ങൾ നോക്കി വെക്കുക, അത് എക്സാമിന് എഴുതട്ടോ. അപ്പം ഇത്രയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. കൺസൈൻമെന്റ് എന്താ, അതിന്റെ ജേണൽ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ജേണൽ എൻട്രി നിങ്ങളുടെ മെറ്റീരിയലിൽ ഉണ്ടാവും. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കി വെക്കുക. പിന്നെ കൺസൈൻമെന്റ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു കാര്യമുണ്ട്. ഈ ക്വസ്റ്റ്യൻ യൂണിറ്റ് 1ഉം 2ഉം നമുക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് 50 മാർക്സിന് നിങ്ങളോട് ചോദിച്ചത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൻലി ആയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും കാര്യങ്ങളും നോക്കുക. അതുപോലെ തന്നെ ഹയർ പർച്ചേസിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരു പ്രോബ്ലം പ്രതീക്ഷിക്കാം. പിന്നെ റോയാലിറ്റി അക്കൗണ്ട് എന്നും ഒരു പ്രോബ്ലം, എന്താണോ മിനിമം റെന്റോ, ഇത്തരത്തിൽ ചോദിക്കാം. ഹയർ പർച്ചേസിംഗ് സിസ്റ്റം പ്രോബ്ലം ബേസ്ഡിലായിട്ട് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നോക്കി വെക്കുക. IFRS അല്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 എന്താ, 2 എന്താ, 3 എന്താ, ഒരു 5 വരെയൊക്കെ നോക്കി വെക്കാം. പിന്നെ ബോറോവിംഗ് കോസ്റ്റിനെ കുറിച്ചൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കുക. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് കൺസൈൻമെന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ആ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിർബന്ധമായിട്ട് നോക്കുക. ക്വസ്റ്റ്യന് ഒരു പ്രത്യേകത ഉണ്ട്, ആ 2 യൂണിറ്റ് കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇത്രയും ഒരു 6 യൂണിറ്റ്സുകൾ അടങ്ങിയതാണ് നമ്മളുടെ സിലബസ്. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്.
അപ്പം എക്സാം എന്ന് പറയുന്നത് വളരെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. നമുക്ക് ക്വസ്റ്റ്യൻസുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും വളരെ ഈസി കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് നോക്കുന്ന മീൻസ് ഈ ഒരു ഭാഗത്ത് മീൻസ് ഈ ഒരു കോൺസെപ്റ്റുകൾ ക്ലിയർ ആക്കുക, അത്രയും ഉദ്ദേശിക്കുള്ളൂ. പിന്നെ ജേർണൽ എൻട്രിയും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.